ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യൻ വല്ലാണ്ട് ഉമ്മ വെക്കുന്നത് അതുകൊണ്ട് കണ്ണോർക്കാൻ പറ്റുന്നില്ല. എന്താ പറയാനുള്ളത് അതിനോട് ചോദിക്കാം. ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിങ്ങനെ പുറത്തോട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. വേറെ പരിപാടിയൊന്നും ഇല്ല, വീക്കെൻഡ് അല്ലേ. നിസ്കരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇന്ത്യയിൽ കുറേ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളെ ശരീരം ഇവിടെയാണെങ്കിലും നമ്മളെ കൊണ്ട് എന്താ പറയുക, മനസ്സുകൊണ്ട് അവിടെയാന്ന് പറയില്ലേ, അങ്ങനെയുള്ള എത്രയും പെട്ടെന്ന് നീതി കിട്ടട്ടെ സ്റ്റുഡൻസിന്. അതന്നെ ഇപ്പം രണ്ട് നിയമം എന്താ പറയുക, ഇവരെ ഇത് പാസ്സാക്കി. BJP മുന്നിൽ വെക്കുന്ന ഇത് പാസ്സാക്കി കൊടുത്തു. അവൻ്റെ രാജ്യം മാത്രമാണ് ഇപ്പോൾ പെൻഡിങ്ങിലുള്ളത്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. അതിന് നമ്മളെല്ലാവരും എന്താ പറയുക ആഗ്രഹം. പിന്നെന്താ വിചാരിച്ച, അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മൾ എവിടെയുള്ള ഏതോ പാർക്കിലുള്ള ഒന്ന് കറങ്ങാലോ. ഒരുത്തനും കൂടി ഉണ്ടാവും, ഇപ്പം വരും. നമസ്കരിക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഈ കറക്കാ നമ്മുടെ മെയിൻ. അപ്പോൾ ഇവിടെ നമ്മളുള്ള അവിടെ നല്ല രസമുണ്ട്. ആ ഫ്രെയിം നോക്കിയേ, ഇങ്ങോട്ടോ ഫോക്കസാവാത്ത ഡ്രീമി. ആ പൂച്ച ഓടുന്നു കറക്റ്റ്. നല്ല അങ്ങനത്തെ ഫ്രെയിമെല്ലാന്ന് ഇവിടെ കിട്ടുക. ഇതെൻ്റെ മോന്തക്ക് വെക്കുക. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു എനർജി ഇല്ല, എന്നിട്ടാ അറിയില്ല. റെഡിയാവണ്ട എവിടെ പോകാനാ? സീൻ ഫ്രെയിം കിട്ടുമോന്നറിയില്ല. ഇതിൽ കിട്ടുന്നുണ്ടാ അന്ന നോക്കടോ, ഇനിയല്ല. ഇതിലൊക്കെ ക്യാമറയിൽ കറക്റ്റ് കിട്ടുന്നുണ്ടോ? മറ്റേ നമ്മൾ കാണുന്ന ഫ്രെയിം സൂപ്പർ സാധനം. 3 ഓക്കെ. അതെന്തുണ്ടായിരിക്കും 3 ടൈം അല്ലാണ്ട് 3 വരുന്ന നോക്ക്. മോന്ത വെക്കണ്ടേ? അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നിട്ട് എന്തെല്ലാം വിശേഷം നാട്ടില്? സുഖല്ലേ? സുഖം തന്നെ. ഇന്ന് കണ്ടന്റ് ഒന്നും ഇല്ല കാര്യമായിട്ട്. ഞാൻ ഇങ്ങനെ എടുക്കുന്ന വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ ഇന്ന് ആകെ ലീവുള്ള ദിവസം. നമുക്ക് ഇന്നാ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നമ്മള് കണ്ടുമുട്ടുന്നത് ഇന്നാ. ഇവര് വേറെ റൂമിൽ, ഞാൻ വേറെ റൂമിലാ. അപ്പോൾ ഒരുത്തൻ വരുന്നുണ്ട് നടന്നിട്ട്. ഓനും കൂടി കാണിച്ചു തരാം. ഓൻ പുതിയ ആളാ മുഖം. മറ്റും പോയി, നമ്മളെ നിയാല് പോയിട്ടുണ്ട്. നിയാല് നാട്ടിൽ പോയി, കല്യാണം കഴിക്കാൻ നാട്ടിൽ പോയി. ഇനി കല്യാണം കഴിച്ചിട്ട് വരും. ഇനി അടുത്ത മാസം ഇവൻ പോകുന്നുണ്ടോ? ഫേക്ക് ബ്രണ്ട് വരുന്നുണ്ട്. ഇവൻ പോകുന്നില്ല, അടുത്ത മാസം ഒക്ടോബറിൽ പോകും. ഓനും പോകും. അപ്പൊ ഫേക്ക് ഫ്രണ്ട് വരുന്നുണ്ട് നമ്മളെ. ഓൻ പറയുന്നത് വരുന്നുണ്ട് അറിയാലോ. ഫേക്ക് ഫ്രണ്ട് നമ്മള് ഫേക്ക് ഫ്രണ്ട് ആണെന്ന് പറയുന്നത്. വരുന്നുണ്ട് ഫേക്ക്. നമ്മള് വലിയ ഫേക്കാന്ന് വരുന്നത്. ഞാൻ കാണിച്ചതാ. നടന്നിട്ട് ഗുണ്ട നടത്തം കണ്ട എന്തൊരു എളിമ, വിനയം. ഓ ഏതാ രസം മൊഞ്ചനാന്ന്. പക്ഷെ നിങ്ങളെ അടിക്കാൻ പോന്നെയാ എൻ്റെ മോന്തൊക്കെ വെക്കിയ ഫോക്കസ് ആവുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാൻ മുന്തിരിയാക്കി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ട് അല്ലേ? പിള്ളേർ നല്ല കളിയായിരുന്നു. അറിയാം ഈ മാറ പിന്നെ വേണ്ട. ബ്രണ്ട് അല്ല, ഫേക്ക് ഫ്രണ്ട്. ഞാൻ പറയാം അടക്ക്. പിള്ളേരെ കളിയുണ്ട്, സീൻ കളിയാണ്. ക്വാളിറ്റി അടി ഷോട്ട്. സേവ്, വാട്ട് എ വണ്ടർഫുൾ സേവ്. മെസ്സിയുടെ ഗോൾ. ഇതൊക്കെയാ കൂടി മുഖത്ത് എന്തോ പറ്റിയിട്ടുണ്ട്. സൂര്യൻ തട്ടി. അപ്പൊ എന്റെ മുഖം കണ്ട 2 പൊള്ളിയിട്ട് സൂര്യൻ അത് പൊള്ളിയല്ല, ബ്ലഷ് ആണ് ഗൈസ്. ഇത് ഞാൻ ഒന്നും തേക്കലില്ല, അതാ പറ്റിയേ. ഇതെന്താ പറയാ, സൂര്യൻ ഉമ്മം വെച്ചിട്ടായതാ. സൂര്യൻ ഉമ്മം വെച്ച് എന്തോ പൊള്ളിയ. നല്ല ചൂടാ. ഇതാണ് ഇവനെ കൂട്ടാത്ത ഫേക്ക് ഫ്രണ്ടിനെ കൂട്ടാത്ത. ഇതാണ് അല്ല, അങ്ങനെയല്ല. ഫ്രണ്ട്സ് എന്നിട്ട് 10 മിനിറ്റ് മിണ്ടാണ്ടിരിക്കുക, എന്നിട്ട് സംസാരിക്കുക. ഇഫ് യു നോ യു നോ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കും അവരോട്. ജീവിതത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് നീ പറ. ജീവിതം
ജീവിതത്തെ കുറിച്ച് ഒന്നും പറയാനില്ല, അങ്ങ് ജീവിക്കുക. സൗദി ജീവിതം ഇത്ര കാലമായി വന്നിട്ട്? അൽഹംദുലില്ലാ. എത്ര കാലമായി വന്നിട്ട്? ഞാൻ 2.5 വർഷം. 2.5 വർഷം? ഒച്ചത്തിൽ പറയണം, നല്ല കേൾക്കും. 2.5 വർഷം. എന്താണ് 2.5 വർഷം കൊണ്ട് ഇനി പഠിച്ചത്? 2.5 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചോണ്ടിരിക്കുന്നു. എന്നാലും ജീവിതാനുഭവം മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണ്? എല്ലാം മറന്നുപോയി. എല്ലാം മറന്നുപോയാ? നീ ഓർത്തെടുക്കണമല്ല, ഇവനൊക്കെ ചോദിക്കൂ. ക്യാമറ ഷിഫ്റ്റ്. എത്ര കൊല്ലായി സൗദി അറേബ്യയിൽ കാലുകുത്തിയിട്ട്? എന്താണ് അതിന്റെ ഉള്ളിൽ നിനക്ക് എന്താ പറയാ സൗദിയെ കുറിച്ച് മനസ്സിലാക്കിയ? മീൻസ് ഗൾഫ്, മീൻസ് പ്രവാസം. എന്റേതായ ടൈം ഉണ്ട് എനിക്ക്. സ്പേസ് ആൻഡ് ടൈം. ഒരു ചോദ്യം മനസ്സിലായിട്ടില്ല. എടാ അതെന്നടാ, എനിക്ക് എന്റെ ടൈം കിട്ടും. ഇവന് പ്രൈവറ്റ് സമയം കിട്ടുന്നുണ്ട് ഇവന്, അതായത് ഓഫീസിൽ നിന്ന് ചാടാലോ. വളരെ ഹാപ്പിയാണ്. പറഞ്ഞാൽ കേൾക്കൂല, കാറ്റടിച്ച് കേൾക്കൂല. ഞാൻ വേറെ വീഡിയോ ആക്കാം. ഇതില് കട്ടില്ല, കട്ടുകുട്ടൊന്നുമില്ല, ഇതിലിങ്ങനെ ഇടുക. ചതി. ഞാൻ കട്ടയം കൂടി ഇരിക്കുക, അല്ലെങ്കിൽ ആ ടൈമില്ല സംസാരിക്കാനൊന്നിനും. ഇല്ല അങ്ങനൊന്നും ഇല്ലടാ. ഹാപ്പി അല്ലേ? യാ ഓഫ് കോഴ്സ് ബ്രോ. എന്നോട് ചോദിക്കാം. തലയിരിച്ചിട്ട് കൈ കാണുന്നില്ല അതിന് പറഞ്ഞോ. നീ ചോദിച്ച ചോദ്യം പറ. ഞാൻ വന്നിട്ട് എത്ര ഞാൻ എന്നോട് ചോദിക്കും, ഞാൻ ഉത്തരം പറയാനാണ്. എത്ര കൊല്ലമായി ഞാൻ വന്നിട്ട് ഇപ്പൊ 1 കൊല്ലം. എങ്ങനെയുണ്ട് സൗദി ജീവിതം? സൗദി ജീവിതം വന്നപ്പോ അടിപൊളിയാണ്, ഇപ്പൊ ഖത്തർ അടിപൊളിയായിട്ട്. എനിക്ക് നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ട് ഇവനെ പോലത്തെ. നമുക്ക് നാട്ടില് വിജയിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ വന്ന് കേറുമ്പോ ഉണ്ടാകുന്ന ഒരു റിഗ്രറ്റ് ഇല്ലേ, അത് കുറേ ഉണ്ട്. റിഗ്രറ്റ് വെച്ചിട്ട് ജീവിക്കണോ ചോദിച്ചാല് പെട്ടുപോയി. അത് ഞാൻ ഉള്ള ഓപ്പൺ അല്ല പറയുന്നത്. ഇവരെല്ലാം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച് പോന്നേ. റെഡിയാവും, എല്ലാം റെഡിയാവും. റെഡി ആവാനാണ് കേറിയത്. അതല്ല, എത്ര റെഡി ആവാനാണ് നമ്മൾ കേറിയത്. ജീവിതം വിജയത്തിലെ മുന്നോടിയായിട്ട് നമ്മൾ പായും, ചാടും, ആരും പോവാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും. ആരെ പോലെ അതൊന്നും എടുക്കല്ല, ഫൈനാവാൻ ഇവിടെ നാടല്ല. ആരും കാണിക്കാൻ പറ്റൂല. ആരെങ്കിലും പോയി കേസ് കൊടുത്താല് കഴിഞ്ഞ് തീർന്ന് മരിച്ച്. ഐസ്ക്രീം വണ്ടിയുണ്ട്, നല്ല ഫ്രെയിമുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. വണ്ടി ഇവിടെ കേൾക്കുന്നുണ്ടോ? കുച്ചു പുച്ചു പവർ എടുക്കുന്നു. കുച്ചു പുച്ചു കഹാ ഹേ? कहाँ है? तू कहाँ है यार? इधर है. हाय ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് കുറച്ചിങ്ങനെ അടുപ്പിച്ചിട്ടാണ് ഫ്രണ്ട്സ്. കുറച്ചൊക്കെ മനസ്സിലാവും, മനസ്സിലാവുന്നൊരു മനസ്സിലാവും. നല്ല നല്ല എന്താ പറയാ, നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ക്ലൈമറ്റ്. ചൂട് കുറച്ച് കുറവുണ്ടല്ലോ ഇവിടെ, നല്ല കുറവുണ്ട്. ഫുള്ള് ഈത്തപ്പായ മരം കാണിച്ചു കേട്ടോ ഗൈസ്, ഫുള്ള് ഈത്തപ്പായ മരം. പക്ഷെ ഈത്തപ്പായ ഇല്ല, നമ്മള് വയ്ക്കുന്നുണ്ട്. ഈത്തപ്പായ മരം. റിസ്വാൻ ഇവനെ പരിചയപ്പെടുത്തില്ല. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. റിസ്വാൻ ഒച്ചത്തിൽ പറ, മുത്തുവാണി കേൾക്കൂല, മൈക്കില്ല. അപ്പൊ എന്റെ നേരത്തെ സ്റ്റോറേജ് ഫുള്ളായി പോയി. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ബ്രോ. ഒച്ചത്തിൽ പറ എന്റെ കുഞ്ഞുമോനെ, ഇത്രയുടെ സൗണ്ട് ഉള്ളൂ. ഈ ഒച്ച നാളെ പറ. സൗണ്ട് ഇത്രേ ഉള്ളൂ, ഞാൻ കേൾക്കലുണ്ട് ഒരൊച്ച. പറ. ഇന്റെ തൊള്ളയാടെ പോന്നേ. ഇത്രയും തൊള്ളയൊന്നുമില്ല, ഇവന്റെ തൊള്ള നിങ്ങൾ കേക്കണം ഗൈസ്. ഞാൻ നാണം. ഓ ഒന്ന് പറയാം. ഞാൻ പറയാം. നീ പറഞ്ഞു. അവന്റെ പേര് റിസ്വാൻ. എങ്ങനെയല്ലോ പരിചയപ്പെട്ടു കഴിഞ്ഞു, മതി. ഇന്നെ അങ്ങനെ പരിചയപ്പെടുത്തുന്നു. ഇങ്ങനത്തെ ഒരുത്തനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരുത്തനെ കിട്ടൂല, എനിക്ക് കിട്ടൂല. വേണ്ട, ഒന്നേ വേണ്ടു, ഫ്രീ ആയിട്ട് കിട്ടിയാലും വേണ്ട. ആണ് നീ പറഞ്ഞ എന്തുണ്ട് ഗൈസ്? ഇവൻ നമ്മളെ റൂംമേറ്റ്സ് ആണ്. നമ്മൾ തമ്മിൽ കാണുന്നത് ഒന്നില്ലെങ്കിൽ അടി വെക്കാനായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകാനായിരിക്കും. അടിയിൽ എപ്പോഴും ഇവനെ തളരാന്. പക്ഷെ അടി വേണം, നമ്മളെല്ലാം ചുമ്മാ എപ്പോഴും ഇങ്ങനെ ആയിട്ട് കാര്യമില്ല. ഇടയ്ക്ക് അടി ഇടിയും ബഹളമൊക്കെ വേണം. തിന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ആള് കൂടിയാ ഇവൻ എന്നെ തിന്നും. ആള് കൂടിയാലും കുടിക്കല് ഇവൻ എന്നെ തിന്നൂല. അതിനും വേണം. അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ ഇവന്റെ മംഗലമാണ്. ഇൻഷാ അല്ലാ. ഞാൻ ആലപ്പുഴയാണ്. അപ്പൊ ഞാൻ കല്യാണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ മംഗലം എന്നായി. അത് ഇവൻ കാരണമാണ്. എന്തിന്റെ പവറായി ഈ നര കണ്ണൂരിന്റെ പവർ. കണ്ണൂരിന്റെ. ഓക്കെ ഗൈസ് ബൈ. ഇവന്റെ ആടാ ബറോട്ട. പിന്നെ എന്താ പറയാൻ എനിക്ക് എപ്പോഴും ഞാൻ തിന്നുന്ന സാധനം ഇല്ല. അത് ഒപ്പിച്ചു പറയാം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പൊറോട്ട എന്ന് പറയുന്നത്. പൊറോട്ട എന്റെ അനുഭവം ഉണ്ട്. എന്താ പറയാ, അന്ന് നമ്മൾ പാന്റ് വാങ്ങാൻ പോയി. പാന്റ് വാങ്ങണ്ടേ? പാന്റ് നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ബാക്കിലോട്ട് നമ്മള് പോന്ന് പറഞ്ഞെങ്കിൽ ബാക്കിലോട്ട് നമുക്ക് പോയിക്കൂടെ? ബാക്ക് എന്ത് ചെയ്യാനാ, ഇവന്മാരോടൊക്കെ വന്ന് പെട്ടുപോയി. ഇതൊക്കെയാണ് സൗദി ജീവിതം. കണ്ടോ? അതിനെ പറ്റി 2 വാക്ക്. റിസ്വാൻ യെസ്. അറിയാനൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. അറിയാനൊന്നുമില്ല. നല്ല അടിപൊളി ചെക്കന്മാരാണ് ചെക്കൻ. പക്ഷെ വിളിച്ചാൽ ഏടിയും വരില്ല. നിങ്ങൾ ആദ്യമായിട്ടേക്കും വീഡിയോ കാണുന്നത്. ഏടെ വിളിച്ചാലും വരൂല. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവനക്ക് ഉറങ്ങണോ? ആകെയുള്ള ലീവുള്ള ദിവസാ അവൻ പറയും നമുക്ക് ഉറങ്ങണോ. ഇവരുടെ കണ്ണോട്ടിരിപ്പ് ഉറങ്ങില്ല. അത് രാത്രി മാത്രമേ ഉള്ളൂ ഉറങ്ങാത്തത്. ബാക്കി എല്ലാ സമയം ഉറങ്ങുന്നുണ്ട്. 2 മണി വരെ ഫിലിം കണ്ടിട്ടാണ് ഇവൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഉറങ്ങാത്തത്. നമുക്ക് ഫുൾ എനിക്കല്ല 11 മണിക്കൂറാ ഷിഫ്റ്റ്. ആകെ കിട്ടുന്ന വെള്ളിയാഴ്ച ലീവ്. ആ വെള്ളിയാഴ്ചയെങ്കിലും ഞാൻ എന്തെങ്കിലും ആയിട്ട് പുറത്തിറങ്ങാന്ന് വിചാരിക്കും. വിളിക്കുമ്പോൾ പറയും അക്ക ഉറങ്ങാണോ. ഇത് കൊച്ചുവിനെ ഞാൻ പുജ്ജു ആക്കൂ. കുച്ചു ഇവന് ഫേക്കാ. ഇപ്പൊ എക്സ്പ്രഷൻ മാറി ചൂടാവും. ഇവനാ നമ്മളെ ചൂടൻ. ഫ്രണ്ടില് ഫ്രണ്ടില് അവന്റെ മുടി വലുതായിരുന്നു അല്ലേ? മുറിക്കാനായില്ലേ? മുറിക്കണം മറന്നോന്നറ. എന്താ ഇത്? അതിന് രാവിലെ ഇതാക്കുമ്പോ താടി സെറ്റാക്കുമ്പോ ഓർമ്മ മുടി മുറിക്കാൻ മറന്നായി. സമയില്ലേ? ഒന്നിനും സമയില്ല. തിരക്ക് പിടിച്ച എന്തിനു വേണ്ടിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നേ? എന്തിനു ജീവിക്കുന്നേ? 1x ഇട്ട് കീടെ ഉണ്ടാവും മൂക്കിന്റെ മുകളിലേക്കും. വൈഡന്നെ മതി. ഹോം ചെയ്ത് നിന്റെ ഇവിടെ എത്തി, കൃഷ്ണമണിയിലെത്തി. അവിടെ അങ്ങനെ എടുക്കുന്നേ? എടാ അങ്ങനെ എടുക്കല്ലേ, ഞാൻ അങ്ങനെ തന്നെ ഇടയ്യടാ. എടാ മോന്തേ അങ്ങനെ എടുക്കല്ലേ മര്യാദ പറയാനുള്ള. നീ അങ്ങനെ എടുത്ത കണ്ണ ഇത്ര എടുത്ത. സൽമാൻ വിളിക്കുന്നു. ഇവന്റെ ഫ്രണ്ടാണ് ബ്രെൻഡായി. ഒരാടെ ഇരുത്തിട്ട് ഞാനൊരു സാധനം കാണിച്ചു, ഒരു ഫ്രെയിം കാണിച്ചില്ല. സീനാക്ക് വല്ലാണ്ട് ഇഷ്ടമായി. എടാ ഇവിടെ പാടാ, ഇങ്ങ് പാടാ ഒരാള്. അല്ല വേണ്ട വരണ്ട. എന്റെ പവർ ബാഗ് ഉണ്ട് കേട്ടാ. കേട്ടോ ഇവനെ റിസ്വാനെ എന്റെ പവർ ബാഗ് ഉണ്ടാടാ, എടുക്കാണ്ട് വരില്ലേ? ഇപ്പോൾ എന്തിനാ ഞാൻ പറഞ്ഞു തന്നെ? ഫ്രെയിം ഞാൻ എടുത്ത് കാണിച്ചതാ. അതിന് വേണ്ടിയിട്ടാ വന്നത്, നിങ്ങൾക്ക് കാണിച്ചിട്ടാ. ഓക്കെ ഇങ്ങനെ താത്തി പിടിക്കുക. നല്ല രസമില്ലേ? കുറേ എന്തെല്ലോ വീഡിയോ ആക്കണമെന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അല്ലെങ്കിൽ കാണുമ്പോൾ മുമ്പ് വെച്ചിട്ട് ഇങ്ങനെയായ പുള്ളി. ഇനി അധികം മുമ്പ് വെക്കണ്ടല്ലേ. ചുണ്ടെല്ലാം പൊട്ടി ഫുള്ള് പോയി. ഫുള്ള് ചൂട് റൂമിൽ കയറുമ്പോൾ നേരെ AC. അതിനെ കൊണ്ട് പറ്റുന്ന ഇത് നല്ല ചൂടത്ത് നേരെ പോയി കയറുന്ന ഒരു AC ലേക്ക്. അതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. പാർക്ക്. എടാ ഈ പാർക്കിന്റെ പേരെന്നാടാ? കാലിദി അമ്യൂസ്മെന്റാ? ഇതിനെന്നാ അമ്യൂസ്മെന്റ് എന്ന് പറയാൻ കാരണം? എന്ത് പാർക്ക്? ഞാൻ പറഞ്ഞില്ലേ, കാലിദിയ അമ്യൂസ്മെന്റ് പാർക്ക്. പാട്ടൊന്നും വെക്കല്ല, കോപ്പിറൈറ്റ് അടിക്കൂ. അറിയാവാ? യൂട്യൂബാ. സൗദിയുടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ, ഇതൊന്നും കാര്യമായിട്ടില്ല. ഇതൊക്കെയാണ് നമ്മളെ കഥ. ഫോൺ ജീവിതം. അപ്പൊ എല്ലാ വെള്ളിയാഴ്ച വീഡിയോ എടുക്കണോന്നുള്ള രീതിയിൽ എടുത്ത വീഡിയോ ഞാനിപ്പോ വിളിക്കാവേ. അപ്പം നോക്കിയിട്ട് അപ്പൊ നമ്മളെ വ്ളോഗ്, കൊച്ചു വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിർത്തുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഇന്ത്യയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ് ഒന്നും മാത്രമല്ല, പക്ഷേ ഇപ്പം നമ്മൾ കത്തിക്കുന്ന മീൻസ് എല്ലാവരും അറിഞ്ഞ സ്റ്റുഡൻസിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് എല്ലാവരും ഉണ്ടാവും. പ്രൊട്ടസ്റ്റ്, പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ഒരു വയലൻസ് ആക്കി മാറ്റിയ
കുറച്ച് ടീമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്നല്ല, അങ്ങനെയല്ല. അപ്പോൾ ഇവർ 3 കണ്ടീഷൻസ് മുമ്പിൽ വെച്ച ഒന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ രാജി, പിന്നെ സൂയിസൈഡ് ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക അവർക്ക് ഫണ്ട് മീൻസ് മരിച്ചവരുടെ വീട്ടിൽ ഫണ്ട് കൊടുക്കണം. പിന്നെ ഒന്നെന്തിനും ഇവരെ വിളിച്ച കേസുകളെല്ലാം പിൻവലിക്കണം, അറിയാവാ. അപ്പോൾ അതിലെ കേസ് പിൻവലിച്ച് ഇവർക്ക് ഫണ്ട് കൊടുക്കാന്നുള്ളതും ഉറപ്പായി. ഇവന്റെ രാജിവെക്കൽ നാളെ ഒരു 3:30 കൂടി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നാളത്തേക്ക് രാജിവെക്കട്ടെ, നാളെ അറിയാം. രാജിവെക്കാണ്ട് CJP എന്താക്കൂല, പിന്മാറൂല എന്നാ പറഞ്ഞേ, പ്രൊട്ടസ്റ്റ്. നല്ലൊരു വാർത്ത വരട്ടെ, പ്രൊട്ടസ്റ്റിന് ഒരു നീതി കിട്ടട്ടെ. അപ്പം ഈ വ്ളോഗ് നമുക്ക് ഇവിടെ നിർത്താം. ബൈ. അല്ല, എന്തെങ്കിലും പറയണം. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. ഇനി മറ്റേ ഷെയറും മറ്റേതും ഇനി പറഞ്ഞു. എല്ലാവരും ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അങ്ങ് വെച്ചേക്ക്. മറ്റേ സബ്സ്ക്രൈബ് അല്ല എന്റെ വരുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനല്ല. അല്ലടാ സബ്സ്ക്രിപ്ഷൻ കോമഡിയാന്ന്. അപ്പൊ എല്ലാരും ഷെയർ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. ഇതുപോലത്തെ വീഡിയോസ് വരും. ഇന്ന് അടിപൊളി വീഡിയോ ഒന്നെല്ലാം അറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, എന്തെങ്കിലും കാണും. ആകെ കിട്ടുന്ന വെള്ളിയാഴ്ച, അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ചയും കൂടി മീൻസ് എല്ലാ വെള്ളിയാഴ്ച എടുക്കാന്നുള്ള രീതി. ഇതെന്ത് സ്ക്രിപ്റ്റ് ആകെ കിട്ടുന്ന ചുമ്മാ കഴിഞ്ഞിട്ട് നമ്മള് കുറച്ചമ്മയ്ക്ക് ഈ സമയം കഴിഞ്ഞ് ഇതേ ഉള്ളൂ. പ്രവാസി ഇതാണ് ഇവനെ കൂട്ടാത്ത കേട്ടില്ല നിങ്ങള്. ഈവനിങ് ഓക്കെ, ഉച്ചക്കൊന്നും ഇറങ്ങി പെരാന്തോ. ഉച്ചക്ക് ഏകദേശം 6 o'clock ആണോ ഒന്നാലും കുറച്ച് 6 o'clock യാത്രയായി. ടൈം നോക്ക് 7 o'clock. ഓക്കെ, അപ്പൊ നിങ്ങൾ 4 o'clock നിങ്ങൾ തിങ്ക് ചെയ്യാനുള്ളൂ. 4 o'clock ഞാൻ ഇറങ്ങാൻ പറയുന്നത് കുറച്ച് ടൈമിനെ കോള് കാണിച്ചു തരാൻ. എത്ര മണിക്ക് നീ വിളിച്ചത്? അതിനെന്താണ്, ഞാനും ഉറങ്ങലില്ല ഉച്ചക്ക്. ഞാനും ഉറങ്ങലില്ല മോനെ, ഞാനും ഉറങ്ങലില്ല. ഫിലിം കാണാത്ത ഞാൻ കണ്ടു വിളിച്ചപ്പോ അവിടെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇതുപോലത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത്. ഇത് അടിപൊളി വീഡിയോ ഒന്നല്ല, ഇതിൽ എന്തെങ്കിലും കാണും, അത്രേ ഉള്ളൂ. നീ കിട്ടിയെങ്കിൽ ഇവൻ ബ്ലോഗറാണ്. എന്തായാലും ലൈക്ക് അടിക്കുക. അജ്നാസ് സ്റ്റോറീസ് ഇതാണ് നമ്മളെ എപ്പോഴും നടക്കുന്ന അടി. ബ്ലോഗറായിട്ട് ഇവൻ ഞാൻ വേണം എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. നിർത്തട്ടാ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പൊ എന്നാ ശരി. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് പിന്നെയും വരും. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ, സബ്സ്ക്രൈബ് അടിക്കുക. മെയിനായിട്ട് ഇപ്പൊ 12 ആയി. നല്ലൊരു സർപ്രൈസ് കൊടുക്കും. 15K 15 അല്ലെങ്കിൽ 50 50. ഓക്കെ, എന്നാ ശരി, ബൈ.